കെവിൻ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചത് ഈ പൊറാട്ട് നാടകം കളിക്കുന്ന ആളുകളല്ല, മറിച്ച് ഈ രണ്ട് കന്യാസ്ത്രീകളെയും ജയിലിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നതിനായി യഥാർത്ഥത്തിൽ പ്രയത്നിച്ച ചില വ്യക്തികളെ പറ്റിയാണല്ലോ അങ്ങ് ഓർമ്മപ്പെടുത്തിയത്. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരുൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കഴിഞ്ഞ 8 ദിവസമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രയത്നിക്കുകയായിരുന്നു. ആ കാര്യങ്ങളാണല്ലോ അങ്ങ് ഓർമ്മപ്പെടുത്തിയത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ പ്രോസിക്യൂഷൻ ഇന്നലെ എടുത്ത ആ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് കാരണമായി മാറിയത്. കസ്റ്റഡിയിൽ ഇനി ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് കസ്റ്റഡിയിൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത പ്രതികളെ ജയിലിൽ താമസിപ്പിക്കേണ്ടതായ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ജാമ്യം ഇന്നലെ കൊടുക്കാനിടയായത്. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും ഛത്തീസ്ഗഡിന്റെ സമ്മർദ്ദത്തിൽ നിന്നുമുള്ള ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ നിലപാടുകളുമാണ് ഇപ്പോൾ ജാമ്യം കിട്ടുന്നതിന് സഹായകരമായി മാറിയത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകും. കാര്യം അവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കണമെന്നുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെന്ന് തെളിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. കെവിൻ പീറ്റർ, പക്ഷേ ഇന്നലെ ഈ കേസിൽ കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാടുകൾ, അതിന് ഘടകവിരുദ്ധമായ വാർത്തകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി പ്രചരിച്ചത്. പ്രോസിക്യൂഷൻ എല്ലാ അർത്ഥത്തിലും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്ന നിലപാടെടുത്തു എന്ന വ്യാജ പ്രചരണങ്ങൾ കേരളത്തിൽ അതിശക്തമായി നടക്കുന്നുണ്ടായിരുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ. മാത്രമല്ല, അതിൽ മുങ്ങിപ്പോയൊരു വാർത്ത, ഈ ഛത്തീസ്ഗഡിലെ റായ്പൂർ അതിരൂപത കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂഷന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയതാണ്. പക്ഷേ അത്തരം വാർത്തകളൊക്കെ മുങ്ങിപ്പോകുകയും പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും ഈ രണ്ട് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശക്തമായി നടക്കുകയും ചെയ്തു. അത്തരക്കാർക്കുള്ളൊരു തിരിച്ചടി കൂടിയല്ലേ ഈ കോടതി വിധി? അതിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല. ഇപ്പോഴും അവർ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്, അവർ ഇവിടുത്തെ മാധ്യമങ്ങൾ നന്ദി പറയുന്നത് അവിടുത്തെ കന്യാസ്ത്രീകളുടെ വീട് സന്ദർശിച്ച ആളുകൾക്കും അവിടെ ജയിലിന്റെ മുന്നിൽ പോയി ബഹളമുണ്ടാക്കി അവിടുത്തെ നാട്ടുകാരെ പ്രകോപിപ്പിച്ച് എതിരാക്കിയ ആളുകൾക്കുമാണ്. സത്യത്തിൽ ഇന്നലെ പുറത്തു വന്ന മലയാളിയായ അഭിഭാഷകൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് അത് വരുത്തി തീർക്കാനുള്ള ശ്രമം പ്രോസിക്യൂഷനെ എതിർത്തു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും ജനവികാരം എതിരായി നിൽക്കുന്ന ഒരു കേസിൽ പ്രോസിക്യൂട്ടർക്ക് സാധാരണഗതിയിൽ പറയേണ്ടതായ വാക്കുകൾ ഈ വിഷയത്തിൽ പറയേണ്ടതായി വരും. എന്നാൽ അദ്ദേഹം ശരിയായ രീതിയിൽ എടുത്തിരുന്നുവെങ്കിൽ ഇതിലൊരിക്കലും ജാമ്യം ലഭിക്കുമായിരുന്നില്ല. ശരിക്കും പ്രോസിക്യൂഷന്റെ നിലപാട് ഇന്നലെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് പ്രോസിക്യൂഷൻ എതിർത്തു, അമിത്ഷായുടെ വാക്കുകളിൽ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല എന്ന് കരുതി തീർക്കാനാണ് ഇപ്പോഴും ഇന്നലെയും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ കെവിൻ പീറ്റർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.